പണം. നമ്മളൊക്കെ പണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കണക്കുകളും സ്പ്രെഡ്ഷീറ്റുകളുമൊക്കെയാണ്, അല്ലേ? പക്ഷേ ശരിക്കും പണവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്, അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറല്ല. ഒരേപോലെ കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചിലർ രക്ഷപ്പെടുകയും മറ്റു ചിലർ സാമ്പത്തികമായി തകർന്നു പോവുകയും ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഇതൊരു വിരോധാഭാസം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങിയ ഭയങ്കര ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും പണത്തിന്റെ കാര്യത്തിൽ വലിയ അബദ്ധങ്ങൾ പറ്റുന്നു. അതേസമയം വലിയ സാമ്പത്തിക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണക്കാർ കോടീശ്വരന്മാരായി മാറുന്നു. അപ്പോൾ ഇത് ബുദ്ധിയുടെ മാത്രം കളിയല്ലെങ്കിൽ പിന്നെ എന്തിന്റെ കളിയാണ്? ഈ ഒരാശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് രണ്ടുപേരുടെ കഥ കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ നേരെ വിപരീതമായ രണ്ട് ജീവിതങ്ങൾ. ഒരാൾ ലോകമറിയുന്ന വലിയ വിദ്യാഭ്യാസമുള്ള ഒരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്. മറ്റേയാള് ഒരു ചെറിയ പട്ടണത്തിലെ സാധാരണക്കാരനായ ഒരു തൂപ്പുകാരൻ. ഇവരുടെ കഥ നമ്മളെ എന്തു പഠിപ്പിക്കുന്നു എന്ന് നോക്കാം. ഇടതുവശത്ത് റിച്ചാർഡ് ഫസ്കോൺ, ഹാർവാർഡിലൊക്കെ പഠിച്ച് മെറിൽ ലിഞ്ചിൽ വലിയ പൊസിഷനിലിരുന്ന ആൾ. ഇനി വലതുവശത്ത് നോക്കിയാലോ, റൊണാൾഡ് റീഡ്, ഒരു സാധാരണ തൂപ്പുകാരൻ. നമ്മുടെ കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ ഇതിൽ ആരാണ് വിജയിക്കേണ്ടത്? ഉറപ്പായും ഫസ്കോൺ, അല്ലേ? പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. 2008 സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഫസ്കോൺ പൂർണ്ണമായും തകർന്നുപോയി. അതേസമയം റൊണാൾഡ് റീഡ് മരിക്കുമ്പോൾ ആരും അറിയാതെ $8 മില്യൺ സ്വത്തുണ്ടായിരുന്നു. $8 മില്യൺ. അപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? അതിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. പണത്തിന്റെ കാര്യത്തിൽ വിജയിക്കുന്നത് നിങ്ങൾ എത്ര സ്മാർട്ടാണ് എന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ്. റൊണാൾഡ് റീഡിന് ക്ഷമയുണ്ടായിരുന്നു, റിച്ചാർഡ് ഫസ്കോണിന് അത്യാഗ്രഹവും. ആ ഒരൊറ്റ വ്യത്യാസം മതിയായിരുന്നു എല്ലാം തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോ പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത ചില ശക്തികൾ. ഭാഗ്യം, റിസ്ക്, പിന്നെ എത്ര കിട്ടിയാലും മതിവരാത്ത ആ ഒരവസ്ഥ. ഇവയൊക്കെ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഭാഗ്യത്തിൽ തന്നെ തുടങ്ങാം. ബിൽ ഗേറ്റ്സ്. അദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വിജയത്തിനു പിന്നിൽ അവിശ്വസനീയമായൊരു ഭാഗ്യം കൂടിയുണ്ടായിരുന്നു. ഒന്ന് ഓർത്തുനോക്കൂ. 1968 ലോകത്ത് തന്നെ കമ്പ്യൂട്ടറുള്ള വളരെ കുറച്ച് സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നിലാണ് അദ്ദേഹം പഠിച്ചത്. അതൊരു ചെറിയ കാര്യമല്ല, അതായിരുന്നു യഥാർത്ഥ ഗെയിം ചേഞ്ചർ. 10 ലക്ഷത്തിൽ 1, അതാണ് ആ സാധ്യത. 1968 ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കാൻ അവസരം കിട്ടിയ ആ ചെറുപ്പക്കാരനാണ് പിന്നീട് ചരിത്രം മാറ്റിയെഴുതിയത്. മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്നായിരുന്നു. അപ്പോൾ കഠിനാധ്വാനം മാത്രമല്ല, ഭാഗ്യത്തിനും വിജയത്തിൽ എത്ര വലിയ പങ്കുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? പക്ഷേ ഏതൊരു നാണയത്തിനും ഒരു മറുവശം കൂടിയുണ്ടല്ലോ. ഭാഗ്യത്തിന്റെ ഇരട്ട സഹോദരനാണ് റിസ്ക്, അല്ലെങ്കിൽ നഷ്ടസാധ്യത. ബിൽഗേറ്റ്സിനെ പോലെ തന്നെ ബ്രില്യൻ്റ് ആയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കെൻ ഡിവാൻസ്. പക്ഷെ ഗ്രാജുവേഷന് മുമ്പ് ഒരു മലകയറ്റത്തിനിടയിൽ അദ്ദേഹം മരിച്ചു. അതും ഭാഗ്യം പോലെ തന്നെ ദശലക്ഷത്തിലൊന്ന് സംഭവിക്കാവുന്നൊരു ദുരന്തം. ഇത് നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കളി എപ്പോഴും നമ്മുടെ കൺട്രോളിലാവണമെന്നില്ല. അപ്പോൾ ഭാഗ്യവും റിസ്ക്കുമൊക്കെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളൊരു കാര്യമുണ്ട്. അതാണ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന തോന്നല്. ഈയൊരു അത്യാഗ്രഹമാണ് പലരെക്കൊണ്ടും വലിയ അപകടങ്ങൾ വരുത്തിവെക്കുന്നത്. രജത് ഗുപ്തയുടെ കഥ നോക്കിയാൽ ഇത് ശരിക്കും മനസ്സിലാവും. സ്റ്റെപ്പ് 1, ഉയർച്ച. ഒരു അനാഥനായ ജീവിതം തുടങ്ങി ലോകമറിയുന്ന മെക്കിൻസിയുടെ CEO വരെയായി. $100 മില്യൺ ആസ്തിയുണ്ടാക്കി. സ്റ്റെപ്പ് 2, അത്യാഗ്രഹം. ശതകോടീശ്വരനാകണമെന്ന ആഗ്രഹം തലയ്ക്ക് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത പണത്തിനു വേണ്ടി എല്ലാം റിസ്കിൽ വെച്ചു. പിന്നെ സ്റ്റെപ്പ് 3, വീഴ്ച. ഇൻസൈഡർ ട്രേഡിംഗിൽ പിടിക്കപ്പെട്ടു, ജയിലിലായി. പേരും പ്രശസ്തിയും സ്വാതന്ത്ര്യവും എല്ലാം ഒറ്റയടിക്ക് പോയി. അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടാത്ത ഒന്നെനിക്കുണ്ട്: മതി എന്ന തോന്നൽ. നോക്കൂ, ഈ മതി എന്ന വാക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കി ഓടിക്കൊണ്ടിരുന്നാൽ ഇതൊരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു ഓട്ടമായി മാറും. അപ്പോൾ ശരി, ഈ അപകടങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ എന്തിനാ നമ്മൾ ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം? വലിയ കാറുകളാണോ, വലിയ വീടുകളാണോ, അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലുമാണോ? ഇതിന് മാൻ ഇൻ ദ കാർ പാരഡോക്സ് എന്ന് പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ വഴിയിലൊരു ഫെറാറി കാണുന്നു. നിങ്ങളതിൻ്റെ ഡ്രൈവറെയാണോ ശ്രദ്ധിക്കുന്നത്? അല്ല. നിങ്ങൾ ആ കാറിൽ നിങ്ങളിരിക്കുന്നത് സങ്കല്പിക്കും, അല്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് മറ്റുള്ളവരുടെ ആരാധന പിടിച്ചുപറ്റാനാണെന്ന്. പക്ഷെ സത്യത്തിൽ ആളുകൾ ആ സാധനങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, നമ്മളെ കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥ സമ്പത്ത്? അത് ബാങ്ക് ബാലൻസിലെ പൂജ്യങ്ങളുടെ എണ്ണമല്ല.
യഥാർത്ഥ സമ്പത്തെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെനിക്കെൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയുന്ന ആ ഒരു സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ സമയത്തിനു മുകളിലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം, അതാണ് യഥാർത്ഥ വെൽത്ത്. ഇത് റിട്ടയർമെന്റിനെ പറ്റി മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ധൈര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം, പെട്ടെന്നൊരു അസുഖം വന്നാൽ പൈസയെ ഓർത്ത് പേടിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ, ഇതൊക്കെയാണ് യഥാർത്ഥ സമ്പത്ത് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പം ഈ സ്വാതന്ത്ര്യം എങ്ങനെ നേടാം? അതിനുവേണ്ട ഒരു ചിന്താഗതിയുണ്ട്. സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. അതെന്താണെന്ന് നോക്കാം. ഇവിടെ റിച്ച് എന്നും വെൽത്തി എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റിച്ച് അല്ലെങ്കിൽ പണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് കാണുന്നതാണ്, ആ വില കൂടിയ കാറ്, വലിയ വീട്, ഇതൊക്കെ. പക്ഷേ വെൽത്തി അല്ലെങ്കിൽ സമ്പന്നൻ എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത കാര്യമാണ്. അതവർ ചെലവാക്കാതെ സൂക്ഷിക്കുന്ന പണമാണ്, നാളേക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ്. സിമ്പിളായി പറഞ്ഞാൽ യഥാർത്ഥ സമ്പത്ത് ആരും കാണില്ല. അത് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളല്ല, മറിച്ച് വാങ്ങാതെ മാറ്റിവെച്ച പണമാണ്. ഇന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങുന്നതിന് പകരം നാളത്തെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിക്ഷേപിക്കുന്ന പണം, അതാണ് യഥാർത്ഥ സമ്പത്ത്. സമ്പന്നനാവുക എന്ന് പറയുന്നത് ഒരു മല കയറുന്നത് പോലെയാണ്. അതിന് നല്ല ധൈര്യം വേണം, ശുഭാപ്തി വിശ്വാസം വേണം. പക്ഷേ സമ്പന്നനായി തുടരുക എന്ന് പറയുന്നത് ആ മലയുടെ മുകളിൽ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. അതിനു വേണ്ടത് കുറച്ച് വിനയവും ഇതെല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു ചെറിയ പേടിയുമാണ്. അതായത് സർവൈവലാണ് പ്രധാനം. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ ആശയത്തിലേക്ക് വരാം. ഇതിനെ നിങ്ങളുടെ സാമ്പത്തിക സൂപ്പർ പവർ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ എന്താണ് ഈ സൂപ്പർ പവർ? എപ്പോഴും കണക്ക് നോക്കി റാഷണൽ ആയിരിക്കാൻ ശ്രമിക്കാതെ കുറച്ചുകൂടി റീസണബിൾ അല്ലെങ്കിൽ വിവേകത്തോടെ പെരുമാറുക. അതായത് നമ്മൾ മനുഷ്യന്മാരല്ലേ, മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് പേടി തോന്നും. ആ പേടിയെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ദീർഘകാലം പിന്തുടരാൻ പറ്റുന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. അതാണ് വിവേകം. ജെസ്സി ലിവർമോർ എന്നൊരു പ്രശസ്തനായ ട്രേഡർ ഉണ്ടായിരുന്നു. 1929 വലിയ സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് അദ്ദേഹം കോടികളുണ്ടാക്കി. തനിക്കിനി ഒന്നും സംഭവിക്കില്ലെന്ന് അദ്ദേഹം കരുതി. പക്ഷേ 4 വർഷം കഴിഞ്ഞ് 1933 ആയപ്പോഴേക്കും അതിലും വലിയ റിസ്ക് എടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയതെല്ലാം കളഞ്ഞുകുളിച്ചു. ഇതിൽ നിന്നുള്ള പാഠം വളരെ സിമ്പിളാണ്. പണം ഉണ്ടാക്കുന്നതും ആ പണം നിലനിർത്തുന്നതും 2 വ്യത്യസ്ത കഴിവുകളാണ്. അതിജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുക എന്നതാവരുത്. പകരം രാത്രിയിൽ സമാധാനമായി കിടന്നുറങ്ങാൻ സഹായിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നതായിരിക്കണം. അതുതന്നെയാണ് യഥാർത്ഥ സാമ്പത്തിക വിജയം. അവസാനമായി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം: നിങ്ങളുടെ പണത്തിന്റെ കഥയെന്താണ്? അത് അത്യാഗ്രഹത്തിന്റെ കഥയാണോ, അതോ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കഥയാണോ? ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം ഏതെങ്കിലും സ്പ്രെഡ്ഷീറ്റിലല്ല, മറിച്ച് ഈ ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന സത്യസന്ധമായ ഉത്തരത്തിലാണ്.